الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി നിലകൊള്ളണമേ എന്ന സുന്നത്ത് തുറന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവന്റെ കാരുണ്യവർഷമായ വിശുദ്ധ റമദാൻ നമ്മുടെ സമീപത്തെത്തിയിരിക്കുകയാണ്. റമദാനെ സ്വീകരിക്കാൻ ലോകമൊന്നടങ്കം സജ്ജമാണ്. ഇസ്ലാമിലെ ആരാധനകൾ ഏതെങ്കിലും ഒരു പ്രദേശത്തിനോ ഒരു സമൂഹത്തിനോ അല്ല, മറിച്ച് ലോകം മുഴുവനുള്ള വിശ്വാസികൾക്കുമാണ് ഇസ്ലാമിലെ എല്ലാ ആരാധന. ആ അർത്ഥത്തിൽ ലോകത്തിലെല്ലായിടത്തും വിശ്വാസികൾ ആഗ്രഹത്തോടെ കൊതിയോടെ കാത്തിരിക്കുകയാണ് റമദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ കാരുണ്യവർഷം നമ്മളിലേക്ക് പെയ്തിറങ്ങാൻ, അതിൽ അവന്റെ കാരുണ്യവും മഗ്ഫിറത്തും ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ ആ റമദാൻ മുഴുവൻ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസം ആകുന്നതിന് മുമ്പ് ശഅബാനിൽ തന്നെ സ്വഹാബത്തിനെ ഉണർത്താറുണ്ടായിരുന്നു. റമദാന്റെ മഹത്വങ്ങളെയും ശ്രദ്ധകളെയും പറഞ്ഞുകൊണ്ട് അവരെ ഉത്സാഹപ്പെടുത്താറുണ്ടായിരുന്നു. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ നമുക്കിങ്ങനെ കാണാം: അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുബശ്ശിറു അസ്ഹാബഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഹാബത്തിന് സന്തോഷ വാർത്ത അറിയിക്കാറുണ്ടായിരുന്നു. ഖദ് ജാഅകും ശഹ്റു റമളാൻ,
തീർച്ചയായും ഇതാ നിങ്ങൾക്കൊരു റമളാൻ മാസം വന്നെത്തിയിരിക്കുന്നു, വരാൻ പോകുന്നു. ശഹ്റുൻ മുബാറകുൻ, അത് അനുഗ്രഹീതമായ മാസമാണ്. ഫറളല്ലാഹു അലൈക്കും സിയാമഹു, അല്ലാഹു അതിൽ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഈ ഹദീസിൽ തന്നെ വിശുദ്ധ റമളാന്റെയും നോമ്പിന്റെയും മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് നമുക്ക് കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ രണ്ട് ആളുകൾ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. രണ്ട് സഹോദരങ്ങൾ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ അവിടുന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ, ഒരു ജിഹാദിൽ അതിൽ ഒരാള് ഷഹീദായി. അവിടുന്ന് ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആള് സഹോദരൻ സാധാരണ പോലെ രോഗിയായി മരിക്കുകയും ചെയ്തു. അങ്ങനെ ഇവരെ കുറിച്ച് ചർച്ച ചെയ്തു ആളുകൾ. രണ്ടാള് വന്നു, അവർ വളരെ പെട്ടെന്ന് പോയി. ഒരാള് ഷഹീദായി, ഒരാള് സാധാരണ മരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ആളെ കുറിച്ച് ഇവരിൽ ആരാണ് സ്വർഗത്തിൽ ആദ്യം എത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരാഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സാധാരണ പോലെ മരിച്ച ആളാണ് സ്വർഗത്തിൽ ഉന്നതമായ പദവിയിൽ ഉണ്ടാവുക. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ല റസൂലേ, ആദ്യം മരിച്ച ആള് ഷഹീദായിട്ട് ഇസ്ലാമിന് വേണ്ടി ജീവാർപ്പണം നൽകിയ ആളല്ലേ, അയാളല്ലേ ഏറ്റവും ഉന്നതിയിലെത്തേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ ഖദ മകസ ഹാദാ ബഅദഹു സനാ, അയാൾ ഷഹീദായതിനു ശേഷം ഇയാൾക്ക് ഒരു വർഷം കൂടെ ലഭിച്ചില്ലേ? ഖാലു, സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ് വഅദ്റക റമളാന ഫസാമഹു, അതിനുശേഷം അദ്ദേഹത്തിന് ഒരു റമളാൻ മാസം കൂടെ കടന്നുപോയില്ലേ, അദ്ദേഹത്തിന് കിട്ടിയില്ലേ? ഖാലു ബലാ യാ റസൂലല്ലാഹ്, അതേ റസൂലേ, ഒരു റമളാൻ മാസം കൂടെ കിട്ടി. അപ്പോൾ ആ ഷഹീദായ മനുഷ്യന്റെ കർമ്മങ്ങൾ ഷഹാദത്തോടുകൂടി അവിടെ അവസാനിച്ചപ്പോൾ ഒരായസിന്റെ മുഴുവൻ പുണ്യം ലഭിക്കുന്ന റമളാൻ ലൈലത്തുൽ ഖദറും റമളാനും നോമ്പുമെല്ലാം ഈ മനുഷ്യന് കിട്ടിയത് കൊണ്ട് അയാളെക്കാൾ ഇയാളാണ് സ്വർഗത്തിൽ ഉന്നതിയിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത്രമാത്രം മഹത്വമുള്ളതാണ് വിശുദ്ധ റമളാൻ ശരീഫ്. പാപിയായ ഒരു മനുഷ്യൻ, ഒരു നന്മയും ചെയ്തിട്ടില്ലാത്ത ഒരു മനുഷ്യൻ, അയാളെ റമളാൻ മാസത്തിലേക്ക് കടന്ന് അയാൾ തൗബ ചെയ്ത് അയാൾ ആ വിശുദ്ധിയോടുകൂടി ജീവിച്ചു, അയാളുടെ ആയുസ് അല്ലാഹു അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ ആ റമളാനിന് നൽകേണ്ടുന്ന മഹത്വവും ആദരവും നൽകി അദ്ദേഹം ജീവിച്ച് നോമ്പെടുത്ത് അങ്ങനെ റമളാനിൽ ഇഅ്തികാഫിരിക്കലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുകയും ചെയ്ത മനുഷ്യനാണെങ്കിൽ അയാളുടെ എല്ലാ പാപങ്ങളും അല്ലാഹു അതോടെ പുറത്തു കൊടുക്കും. കാരണം ഒരു ലൈലത്തുൽ ഖദർ കിട്ടിയാൽ ഒരു പുരുഷായസിന്റെ നന്മകളാണ് നേടിത്തരുന്നത്. അഥവാ 80 ചില്ലാനും വർഷം, 83 ചില്ലാനും വർഷം ഉണ്ണാതെ ഉറങ്ങാതെ അമലുകൾ മാത്രം ചെയ്ത പുണ്യമാണ് ആ ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടാൻ പോകുന്നത്. അങ്ങനെയുള്ള റമളാനാണ് നമ്മുടെ അടുക്കലേക്ക് സഹോദരങ്ങളെ ഇതാ ദിവസങ്ങൾക്കകം എത്താൻ പോകുന്നത്. വളരെ ഇഷ്ടത്തോടെ, ആഗ്രഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, മനസ്സൊരുക്കി ഇബാദത്തുകളോടുകൂടി നാം കാത്തിരിക്കേണ്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരിക്കൽ ഒരു സഹാബത്ത് വന്ന് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈറുൻ, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് മനുഷ്യരിൽ ഏറ്റവും, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യനാരാണ്, നന്മ നിറഞ്ഞ മനുഷ്യനാരാണ്? ഖാല, അവിടുന്ന് പറഞ്ഞു, മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു, ആരാണോ ഒരുപാട് വർഷം നീണ്ട ആയുസ്സോടെ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണോ അവരാണ് മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ. ഖാല ഫഅയ്യുന്നാസി ശർറുൻ, അപ്പോൾ മനുഷ്യരിൽ ഏറ്റവും മോശപ്പെട്ടവനാരാണ്? ഖാല, അവിടുന്ന് പറഞ്ഞു, മൻ ത്വാല ഉമറുഹു, ഒരുപാട് കാലം ആര് ജീവിച്ചുവോ, വസാഅ അമലുഹു, ചീത്ത മോശമായ കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചവരാരോ അവരാണ് മനുഷ്യരിൽ ഏറ്റവും മോശപ്പെട്ട ആൾ. അപ്പോൾ ചില ആളുകള് ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, രോഗികളായ വൃദ്ധരായ ആളുകളൊക്കെ പറയും, അവർ സങ്കടപ്പെടും,
റമദാൻ മാസം വന്നിട്ട് എനിക്ക് നഷ്ടമാണല്ലോ, നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് അങ്ങനല്ലോ, അത് ചിന്തിക്കണ്ട. റമദാൻ മാസത്തിൽ മുമ്പ് നോമ്പെടുത്ത് അല്ലെങ്കിൽ അമൽ സ്വാലിഹാത്ത് ചെയ്ത് മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവർക്ക് റമദാൻ മാസം രോഗം കൊണ്ടോ വാർദ്ധക്യം കൊണ്ടോ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ ഫിദിയ കൊടുക്കാം. അങ്ങനെ ആ ഫിദിയ കൊടുക്കാനും കഴിവില്ലാത്തവരാണെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥനാനിരതരായി കഴിഞ്ഞാൽ ആ വിശുദ്ധ റമദാൻ ഷരീഫിന്റെ പുണ്യം അവർക്ക് ലഭിക്കും. അപ്പൊ വയസ്സയച്ചിട്ട് റമദാൻ മാസം കിട്ടാതിരിക്കൂല. രോഗിയാണ്, നോമ്പെടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് റമദാൻ മാസം കിട്ടാതിരിക്കൂല. അവർ മുഅ്മിനാകണം, അവർ മുസ്ലിഹാകണം, സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുന്ന മുഅ്മിനാണെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പുണ്യം നൽകും. അതുകൊണ്ട് ആരും നിരാശ വേണ്ട. മനഃപൂർവ്വം നോമ്പെടുക്കാതിരിക്കുന്നവർക്ക് കിട്ടില്ല. ഇസ്ലാം അനുവദിച്ച ഉദറ് പ്രായം കൊണ്ടോ രോഗം കൊണ്ടോ അവർ നോമ്പെടുത്തിട്ടില്ലെങ്കിലും അവർ രോഗശയ്യയിലാണെങ്കിലും അവർക്ക് ആ നന്മ ലഭിക്കും എന്നുള്ളതാണ്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നവർക്ക് സന്തോഷ വാർത്ത, അവർക്ക് തൂബാ ലിമൻ ത്വാല ഉമറുഹു വഹസന അമലുഹു, നീണ്ട ആയുസ്സ് കിട്ടുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് മംഗളമാണ്, അവർക്ക് സന്തോഷമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ വിശുദ്ധ റമദാൻ ഷരീഫ് അത്രമാത്രം പുണ്യമുള്ള, അത്രമാത്രം അനുഗ്രഹമായിട്ടാണ് റമദാൻ നമ്മെ സമീപിക്കാൻ പോകുന്നത്. ഒട്ടനവധി അനുഗ്രഹീത സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് റമദാൻ. ഒട്ടനവധി അനുഗ്രഹങ്ങൾ സംഭവിച്ച മാസമാണ് റമദാൻ. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഖുർആൻ മാത്രമല്ല, 4 വേദഗ്രന്ഥങ്ങളും റമദാൻ മാസത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി ബൈനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സൂറത്തുൽ ബഖറയുടെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വഅലിമുൽ അസ്ഖൽ ലൈസി എന്ന മഹാനവറുകൾ നമ്മളോട് പറയുകയാണ്, ഉൻസിലത സുഹുഫ് ഇബ്രാഹീമ അവ്വല ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അല്ലാഹു ഏടുകള്, ഇബ്രാഹിം അലൈഹിസ്സലാമിന് അല്ലാഹു സുഹുഫുകൾ നൽകിയത് അവ്വല ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, റമളാന്റെ 1ാമത്തെ രാത്രിയാണ്. വഉൻസിലത്തിത് തൗറാത്തു ബിസിത്തിൻ വലത്ത് മിൻ റമളാൻ, തൗറാത്ത് മൂസ അലൈഹിസ്സലാമിന് നൽകിയത് റമളാൻ 6-നാണ്. വഉൻസിലൽ ഇൻജീലു ബി13 മലത്ത് മിൻ റമളാൻ, ഈസാ അലൈഹിസ്സലാമിന് ഇൻജീൽ നൽകിയത് റമളാൻ 10ാമത്തെ ദിവസമാണ്. വഉൻസിലൽ സബൂർ ബി18 ഖലത്ത് മിൻ റമളാൻ, ദാവൂദ് അലൈഹിസ്സലാമിന് സബൂർ എന്ന വേദഗ്രന്ഥം നൽകിയതും റമളാൻ 18ാം ദിവസമാണ്. വഉൻസിലൽ ഖുർആൻ ബി24 ഖലത്ത് മിൻ റമളാൻ, വിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത് റമളാൻ 24-നാണ്. ഇങ്ങനെ 4 വേദഗ്രന്ഥങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ശറഫായ മഹത്തായ മാസമാണ് റമളാൻ ഷരീഫ്. പുണ്യത്തിന്റെ സമയങ്ങളാണ് ഓരോ സെക്കൻഡുകളും. നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് റമളാൻ. ബദർ വിജയമുണ്ടായത്, മുസ്ലിങ്ങൾക്ക് ഈ ലോകത്തിന്റെ കാലുറപ്പിച്ച് നിൽക്കാൻ ഒരു മണ്ണല്ലാഹു നൽകിയത്, ഒരു വിജയം റബ്ബ് നൽകിയത് റമളാൻ മാസത്തിലാണ്. അതുപോലെ ചരിത്ര പ്രസിദ്ധമായ മക്ക വിജയം, ഫത്ഹ് മക്ക, ജന്മനാട്ടിലേക്ക് തിരിച്ചു വരാൻ അവിടെ ഒരു അംഗീകാരവും വിജയമുള്ള നൽകിയത് റമളാനിലാണ്. ഉഹദ് യുദ്ധത്തിനുള്ള ഒരുക്കം തുടങ്ങിയത് റമളാനിലാണ്. ഖന്തഖ് യുദ്ധത്തിനുള്ള ഒരുക്കവും റമളാനിലാണ് നടത്തിയത്. സഖീഫ് എന്ന ഗോത്രം അറേബ്യയിലെ ഏറ്റവും വലിയ ശക്തരായ പ്രബലരായ ഗോത്രം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കടന്നു വന്ന റമളാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ ഹുനൈൻ യുദ്ധത്തിന് വേണ്ടിയുള്ള നീക്കം നടത്തിയത് റമളാൻ മാസത്തിലാണ്. ഇങ്ങനെ ഒരുപാട് വിജയങ്ങളും ഒരുപാട് ത്യാഗങ്ങളുടെയും സമർപ്പണത്തിന്റെയും ഓർമ്മയാണ് വിശുദ്ധ റമളാൻ. ഇസ്ലാമിൽ വിവിധ തരത്തിലുള്ള നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് വിശുദ്ധ റമളാൻ ഷരീഫിലാണ്. ആ റമളാന്റെ മഹത്വങ്ങൾ പറഞ്ഞാൽ ആ മാസത്തിന് ഒരുപാട് പേരുകളുടെ ഹദീസിൽ നമുക്ക് കാണാം.
ഒരുപാട് വർണ്ണങ്ങളൊന്നാണ് റസൂൽ നമുക്ക് പഠിപ്പിച്ചത് കാണാൻ കഴിയും. അത് ക്ഷമയുടെ മാസമാണ്. അതെ, ബാക്കി വരുന്ന 11 മാസവും ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ക്ഷമയോടെ ജീവിക്കാനുള്ള ഒരു പ്രാക്ടീസാണ് റമദാൻ എന്ന് പറയുന്നത്. നന്മകൾ ചെയ്യാനുള്ള ക്ഷമ, സുന്നത്തുകൾ ചെയ്യാനുള്ള ക്ഷമ, അതുപോലെ തന്നെ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ക്ഷമ, അതുപോലെ നന്മകൾക്ക് വേണ്ടി ശരീരം കൊണ്ട് അധ്വാനിക്കാനുള്ള ക്ഷമ, തിന്മകൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോഴും അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ക്ഷമയുണ്ടല്ലോ. നമ്മോട് മറ്റുള്ളവരെ മോശമായി പെരുമാറുമ്പോ അവരോട് നല്ല രീതിയിൽ പെരുമാറാനുള്ള ക്ഷമയുണ്ടല്ലോ. അങ്ങനെ ജീവിതത്തിൽ നഷ്ടങ്ങളും ദുരന്തങ്ങളും സംഭവിക്കുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള കരുത്തുണ്ടല്ലോ, ക്ഷമയുണ്ടല്ലോ. നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വരുമ്പോ അഹങ്കരിക്കാതെ ധൂർത്തടിക്കാതെ ക്ഷമയോടെ ജീവിക്കാനുള്ള ക്ഷമയുണ്ടല്ലോ. അങ്ങനെ എല്ലാ തരത്തിലുള്ള ക്ഷമകളും അല്ലാഹു നൽകുന്ന മഹത്തായ മാസമാണ് റമദാൻ. സുന്ദരിയായ ഭാര്യ അടുത്തുണ്ടായിരിക്കെ, രുചികരമായ ഭക്ഷണം അടുത്തുണ്ടായിരിക്കെ, എല്ലാ തിന്മകളും ചെയ്യാനുള്ള സകല സംവിധാനങ്ങളും അടുത്തുണ്ടായിരിക്കെ, അതിൽ നിന്നൊന്നും തൊടാതെ അതിനോട് അടുക്കാതെ ക്ഷമയോടെ മാറി നിൽക്കാൻ വിശുദ്ധ റമദാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതെ, റമദാൻ എന്ന് പറഞ്ഞാൽ ആ റമദാനില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ തെർബിയാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ റമദാൻ അല്ലാഹു നൽകുന്ന, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഹദീസിൽ വരുന്ന മറ്റൊരു പേരാണ് ശഹ്റുൽ ബറക. ബറക്കത്തിന്റെ അനുഗ്രഹത്തിന്റെ മാസമാണ് റമദാൻ. അത് നമ്മുടെ നന്മയിൽ ബറക്കത്തുണ്ടാകുന്ന, അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്ന, നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു ഈമാനാകുന്ന ബറക്കത്ത് നൽകുന്ന എല്ലാ നിലക്കും അത് ഖൈറാണ്, ബറക്കത്താണ്, ശഹ്റുൽ ബറകയാണ്. ശഹ്ർ, അതെ സഹ്ർ, ആ പാതിരാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് അസ്സഹ്റു ബറക സഹ്രി ബറക, സഹ്റിൽ ബറക്കത്തുണ്ട്, അനുഗ്രഹമുണ്ടെന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുകയുണ്ടായി. അത്താഴത്തിന് എഴുന്നേറ്റുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രത്യേകമായ ബറക്കത്ത് അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ശരീരത്തിലേക്ക് നൽകുമെന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുകയാ. അതൊക്കെ ഓർക്കണം. ചില ആളുകളുണ്ട് വലിയ അഹങ്കാരത്തോടുകൂടി ഞാൻ അത്താഴമൊന്നും കഴിക്കാറില്ല, ഞാൻ അത്താഴം കഴിക്കാതെ നോമ്പെടുക്കും, അത് യഹൂദികളുടെ നോമ്പാ. റസൂൽ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി, മുസ്ലിമിന്റെ നോമ്പ്, നമ്മുടെ നോമ്പ് അത്താഴമുള്ള നോമ്പാ. യഹൂദ നസാറാക്കൾക്ക് അത്താഴം കഴിക്കാൻ പാടില്ല എന്നുള്ളവരുടെ നിയമം. എന്നാൽ അള്ളാഹു നമുക്ക് അത്താഴം അനുവദിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം ഒരാൾ അത്താഴം കഴിക്കാനും നോമ്പെടുത്താൽ അത് പ്രവാചക സുന്നത്തല്ല. അത്താഴത്തിന് ഏറ്റവും ഉത്തമമായ ഭക്ഷണം കാരക്കയാണെന്നാണ്. അതുകൊണ്ട് കാരക്കയെങ്കിലും കഴിക്കാം. എന്നാൽ ശാരീരികമായി ജോലിയുള്ള ആളുകളും അതുപോലെയുള്ള ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റല്ല. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോ ഇനി മറ്റു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിലൂടെ കാരക്കയും കൂടെ കഴിക്കുക, സുന്നത്ത് കിട്ടാൻ കേട്ടോ. അപ്പൊ അങ്ങനെ അതേപോലെ ഒന്നും വേണ്ടെങ്കിൽ ആ സമയത്ത് എഴുന്നേറ്റ് ഒരു കാരക്കയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം അത്താഴമായിട്ട്. അല്ലാതെ മനഃപൂർവ്വം അത്താഴം കഴിക്കാതിരുന്നാൽ അത് ഇസ്ലാമിന്റെ നോമ്പാവുകയില്ല. അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ബറക്കത്തുണ്ട്. അതെ, ആളുകളുടെ ജീവിതത്തിൽ കഴിക്കാത്ത പല ഭക്ഷണവും റമദാൻ അല്ലാഹു നൽകുന്നു. അല്ലെ, ഇപ്പോഴൊക്കെ എല്ലാ ഭക്ഷണമുണ്ട്, മുമ്പൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴും അതേപോലെ നമ്മൾ ആഗ്രഹിക്കാത്ത പല ആളുകൾക്കും കഴിയാത്ത പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളും ഭക്ഷണങ്ങളും അല്ല ഏതെങ്കിലും രൂപത്തിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഭക്ഷണത്തിന്റെ ബറക്കത്തുണ്ടാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേപോലെ തന്നെ ശഹ്റുൽ മുസ്തജാബ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് റമദാൻ മാസം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ലികുല്ലി മുസ്ലിമിൻ ഫീ കുല്ലി യൗമിൻ വലൈല, എല്ലാ മുസ്ലിമിനും റമദാനിൽ രാവിലും പകലിലും ദഅവത്തുൽ മുസ്തജാബ, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളുണ്ട്. രാവിലെയും വൈകുന്നേരവും ദിവസത്തിൽ പകലും രാത്രിയുമെല്ലാം റമദാനിൽ നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. അതുകൊണ്ട് അത് ദുആയുടെ മാസമാണ്. ധാരാളം ദുആകൾ നിങ്ങൾ പഠിക്കുക, അത് പ്രാർത്ഥിക്കുക. അറബിലല്ലെങ്കിലും നിങ്ങളുടെ ഭാഷയിൽ ഏതോ ആ ഭാഷ
ഭാഷയിൽ റബ്ബിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നതിലേറെ പുണ്യമുള്ളതാണ്. അല്ലെ, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ടല്ലോ. ആ മൊബൈലിൽ ദുആന്റെ ആപ്പുകൾ ഹിസ്നുൽ മുസ്ലിം എന്ന് അടിച്ചു കൊടുത്താല് സ്വഹീഹായ ഹദീസുകൾ വന്ന പ്രാർത്ഥനകൾ ഇങ്ങനെ വരും. ആ പ്രാർത്ഥനകളൊക്കെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. ആ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ ചെയ്യുക. റമദാൻ മാസത്തിന്റെ രാവും പകലും സമയം കിട്ടുമ്പോഴൊക്കെ റബ്ബിനോട് ചോദിക്കുക, അല്ലാഹുവിനോട് ചോദിക്കുക. മാത്രമല്ല റമദാൻ മാസത്തിന്റെ പ്രത്യേകതയാണ് ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള എല്ലാ പാപങ്ങളും റബ്ബ് തആല പുറത്തു തരുന്ന മാസമാണ് റമദാൻ ശരീഫ്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് പുണ്യങ്ങളും മഹത്വങ്ങളും നിറഞ്ഞ മാസമാണ് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരാൻ പോകുന്നത്. അതുകൊണ്ട് റമദാൻ മാസത്തിൽ അത് വരുന്നതിന് മുമ്പ് ആരെങ്കിലും മനസ്സ് ശുദ്ധമാക്കിയിട്ടില്ല എങ്കിൽ, തൗബ ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം റബ്ബിനോട് കരഞ്ഞു പറഞ്ഞോ, റബ്ബിനോട് പ്രാർത്ഥിച്ചോ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മുമ്പിൽ കരയാൻ കഴിയുക എന്നുള്ളത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. ഹൃദയത്തിൽ തഖ്വയുള്ള മനസ്സിൽ ഈമാനുള്ളവർക്ക് മാത്രമേ കരയാൻ കഴിയുകയുള്ളൂ. ചില ആളുകളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് അവരെ സുജൂദിൽ കിടന്നുകൊണ്ട് വിതുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്. നമുക്ക് അസൂയ തോന്നാറുണ്ട്. റബ്ബേ, ആ മനുഷ്യന്റെ മനസ്സിൽ എത്രമാത്രം തഖ്വയുണ്ട്, എത്രമാത്രം ഭക്തിയുണ്ട്. ഉംറയ്ക്ക് പോയ ഒരു സഹോദരൻ പറയുകയാണ്, തന്റെ അടുക്കൽ സുജൂദ് ചെയ്തുകൊണ്ട് സഹോദരൻ കിടക്കുകയാണ്. അയാളുടെ അടുക്കലാണ് 3-4 വയസ്സ് പ്രായമുള്ള കുട്ടിയുമുണ്ട്. ഇയാളൊക്കെ സുജൂദിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ആ കുഞ്ഞുമോനെ വാപ്പാന്റെ മുടിയിൽ ഇങ്ങനെ തലോടി കൊടുക്കുന്നു. പക്ഷേ ആ വാപ്പ മിനിറ്റുകളോളം സുജൂദിൽ കിടന്ന റബ്ബിനോട് പൊട്ടിക്കരയുകയാണ്. നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ സഹോദരന്മാരെ? അല്ലാഹുവിന്റെ സുജൂദിൽ കിടന്നുകൊണ്ട് നമ്മൾ ചെയ്തു പോയ പാപങ്ങള്, പറയാൻ കൊള്ളുന്നതും പറയാൻ കൊള്ളാത്തതുമായ, നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ ശാരീരികമായ, സാമ്പത്തികമായ, സ്വാഭാവികമായ എത്രയോ പാപങ്ങൾ നമ്മളിൽ നിന്ന് വന്നുപോയിട്ടില്ലേ? എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ അതിനെ കുറിച്ചൊരു ഖേദം, ഒരു സങ്കടം നമുക്ക് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഈമാനുണ്ട്. അതുകൊണ്ട് റമദാൻ വരെ കാത്തിരിക്കാതെ റമദാന്റെ മുമ്പ് തന്നെ പടച്ചവനോട് സുജൂദിൽ കിടന്ന് കരഞ്ഞു പറഞ്ഞോ, പാപങ്ങൾ കണ്ണീരാക്കി ഒഴുക്കി കളഞ്ഞു. അങ്ങനെ നിർമ്മലമായ, നിഷ്കളങ്കമായ, പ്രകാശിക്കുന്ന ഒരു മനസ്സോടുകൂടി റമദാനിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ കാരുണ്യമാകുന്ന റമദാനിന്റെ പ്രകാശം ഹൃദയത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങി കാത്തിരിക്കണം. സാമ്പത്തികമായ ശുദ്ധീകരണം നമ്മൾ നടത്തണം. അതെ, സക്കാത്ത് കൊടുക്കാനുള്ള ആളുകളും, അതുപോലെ കുടുംബത്തിന്റെ വല്ല സ്വത്ത് കൊടുക്കാൻ ബാക്കി വെച്ച ആളുകള്, അതുപോലെ മറ്റുള്ളവരുടെ അപഹരിച്ച ആളുകള്, ഇതെല്ലാം തന്നെ റമദാന്റെ മുമ്പ് പൊരുത്തപ്പെടിക്കാതെ, അത് ശുദ്ധിയാക്കാതെ റമദാനിൽ പട്ടിണി കിടന്നുകൊണ്ട് യാതൊരു കാര്യവുമില്ല. സാമ്പത്തികമായ ശുദ്ധീകരണം വരുത്തണം. തൗബ, മാനസികമായ ശുദ്ധീകരണം വരുത്തണം. വീടും ഡ്രസ്സും നരച്ചുകൂടി നടത്തി കുറെ കഴുകി സോപ്പിട്ട് കഴുകിയത് കൊണ്ട് പാപങ്ങൾ ഒലിച്ചു പോവില്ല. അള്ളാഹുവിന് ആത്മാർത്ഥമായി മാനസികമായി പശ്ചാത്തലിക്കേണ്ടതുണ്ട്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് അനുഗ്രഹം അല്ലാഹു റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒന്നാമതായി വിശുദ്ധ റമദാൻ എന്ന് വന്നു കഴിഞ്ഞാൽ അല്ലാഹു റസൂൽ പറയുകയാണ്, ഇദാ ജാ റമദാൻ ഫുത്തിഹത് അബ്വാബുൽ ജന്ന. റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെക്കും. സുഖറഫുൽ ജന്ന, സ്വർഗ്ഗം അലങ്കരിപ്പിക്കപ്പെടും. സ്വർഗ്ഗം അലങ്കരിക്കും. സ്വർഗ്ഗം വിളിച്ചു പറയും, പഠിച്ചവരെ, നിന്റെ അടിയാറുകളെ എന്നിൽ നീ കടത്തണേ നാഥാ. മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ സ്വർഗ്ഗം അവനോട് പറയും, പടച്ചവനെ, അവനെ എന്നിലേക്ക് നീ കടത്തുവിടണേ അല്ലാ എന്ന് പടച്ചവനോട് നമുക്ക് വേണ്ടി സ്വർഗം പറയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നു. വിശുദ്ധ റമദാൻ റബ്ബിനോട് സ്വർഗം ചോദിച്ചോ, സമയം കിട്ടുമ്പോൾ റബ്ബിനോട് സ്വർഗം ചോദിച്ചോ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാ. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും, ശുദ്ധ തമ്മാടികളായ ആളുകള്, ധിക്കാരികളായ ആളുകളെ മരിച്ച നരകത്ത് പോകൂലേ, നരകം അടച്ചിക്കല്ലേ, അപ്പൊ സ്വർഗത്തിലെ പോവുക. അതല്ല പറഞ്ഞതിനർത്ഥം. സ്വർഗം തുറന്നു വെച്ചെന്ന് പറഞ്ഞാൽ
അതിന് ആ വാക്കർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള സ്വർഗം തുറന്നു വച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. അഥവാ സ്വർഗത്തിലേക്ക് അടുക്കാൻ ആവശ്യമായ എല്ലാ നന്മകളും ചെയ്യാനുള്ള ചാൻസ്, ആ സന്ദർഭങ്ങൾ അല്ലാഹു തുറന്നു വച്ചിരിക്കുകയാ. ഒരു മടിയുമില്ലാതെ അലസൊന്നുമില്ലാതെ. ഇപ്പോൾ നിങ്ങളുടെ ബക്കറ്റിന് 10 രൂപയാണ് ഇടുന്നതെങ്കിൽ റമദാനിൽ 50, 100, 500 ആയി മാറുന്നു. എന്ത്? റബ്ബ് ഹൃദയത്തിലേക്ക് വരുന്ന ഒരു തഖ്വയാണ്. അതേപോലെ തന്നെ എത്ര കഷ്ടമുള്ളവരും നോമ്പ് തുറപ്പിക്കാൻ സമയം കണ്ടെത്തുന്നു, അതുപോലെ സദഖ കൊടുക്കുന്നു, അതുപോലെ കുടുംബപരമായി നല്ല രൂപത്തിൽ പെരുമാറുന്നു. അങ്ങനെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലുള്ള 8 വാതിലുകളും, അതേ ബാബു സ്വലാത്ത് നമസ്കാരത്തിന്റെ ബാബാണ്, ബാബു സദഖ സദഖയുടെ ബാബാണ്, ബാബു സോമ അതുപോലെ തന്നെ നോമ്പിന്റെ വാതിലാണ്. ഇങ്ങനെ സ്വർഗ്ഗത്തിന്റെ റബ്ബ് തആല പറഞ്ഞിട്ടുള്ള നന്മയുടെ വാതിലുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നിരുന്നു. അതെ, ഇതൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം. ഒരു തിന്മ ചെയ്യുകയാണെങ്കിൽ മുസ്ലിം അല്ലാത്ത ആളുപോലെ ചോദിക്കും, എന്താണത് റമദാൻ മാസമല്ലേ എന്ന് അമുസ്ലിങ്ങൾ വരെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ആ സാമൂഹിക അന്തരീക്ഷത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയാണ്. അതേപോലെ തന്നെ അല്ലാഹു റസൂൽ പറഞ്ഞു, നരകത്തിന്റെ വാതിലുകൾ അല്ലാഹു അടച്ചിടുകയും ചെയ്യും. തിന്മ ചെയ്യാനുള്ള എല്ലാ ചിന്തകളും സാഹചര്യങ്ങളും അവസരങ്ങളും നമ്മൾ ഇല്ലാതെയാക്കും. അതെ, തിന്മയെ കുറിച്ച് ചിന്തിക്കാത്ത വീട്ടിലും നാട്ടിലും എല്ലായിടത്തും ഭക്തി നിർഭരമായ ആ ഒരു അന്തരീക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ചെയ്യുന്നു. അങ്ങനെ നരകത്തിൽ കടക്കാനുള്ള സാധ്യതയില്ലാതാക്കി നരകത്തിന്റെ കവാടങ്ങൾ റബ്ബ് തആല അടക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളെ തിന്മയിലേക്ക് പ്രചരിപ്പിക്കുന്ന, നമ്മളെ പ്രേരിപ്പിക്കുന്ന ശൈത്താന് അല്ലാഹു വിലക്കേർപ്പെടുത്തുന്നു. ധിക്കാരികളായ ജിന്നുകളെയും അല്ലാഹു ബന്ധിച്ചിടുന്നു. അങ്ങനെ നമ്മെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന, തിന്മയിലേക്ക് പോകാൻ സാധ്യതയുള്ള എല്ലാ വാതിലുകളും അല്ലാഹു അടച്ചിടുന്നു. ഇങ്ങനെയൊക്കെ റബ്ബ് തആല നമ്മളെ സ്വർഗത്തിൽ കടത്താൻ വേണ്ടി ഒരുക്കം നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ട ഒരുക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഈ നോക്കൂ, അല്ലാഹു റസൂൽ പറയുകയുണ്ടായി, നോമ്പ് പോലെ മറ്റൊരു ഇബാദത്തില്ല. അല്ലാഹു റസൂലിന്റെ അടുക്കൽ സ്വഹാബത്ത് വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ അടുക്കൽ എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യം നബിയെ എന്നെ എനിക്ക് അറിയിച്ചു തന്നാലും കൽപ്പിച്ചാലും. കാരണം അവിടെ നിന്ന് പറഞ്ഞു, നിന്നോട് ഞാൻ നോമ്പ് നിന്നോട് കൽപ്പിക്കുന്നു. അതുപോലെ മറ്റൊരു ഇബാദത്തും ഇല്ല തന്നെ. എല്ലാ ഇബാദത്തുകളും ആളുകൾക്ക് നോക്കിയാൽ കാണാം. ഒരാൾ നിസ്കരിക്കാത്തവനാണ് നിങ്ങൾക്ക് പറയാൻ കഴിയും, കാരണം അവൻ പള്ളിയിൽ സ്ഥിരമായിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പറയാം മൂപ്പര് നിസ്കരിക്കാറില്ല എന്ന്. പക്ഷേ നോമ്പുണ്ടോ ഇല്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. മാത്രമല്ല, എങ്ങനെയുള്ള നോമ്പാണെന്നും ആർക്കും പറയാൻ കഴിയില്ല. ആ നോമ്പിന്റെ തഖ്വ, അതിന്റെ വിശുദ്ധി. അതുകൊണ്ടാണ് നോമ്പ് അത് എനിക്കുള്ളതാണ്. കാരണം എനിക്ക് മാത്രം അറിയാൻ കഴിയുന്ന, ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു നിസ്വാർത്ഥമായ ഒരു രഹസ്യമായ ബന്ധമാണ് നോമ്പ്. അതുകൊണ്ട് അതിന് പ്രതിഫലം ഞാനാണ് നൽകുന്നത്. എന്ന് വെച്ചാൽ കണക്കില്ലാത്ത, പ്രവചിക്കാൻ കഴിയാത്ത അത്രയും പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നോമ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, മുമ്പ് കഴിഞ്ഞ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്നു. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഏതെങ്കിലും ഒരാള് ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി നോമ്പെടുത്തു കഴിഞ്ഞാൽ, അഥവാ പ്രതിഫലം കിട്ടണം, എനിക്കിതുകൊണ്ട് സ്വർഗം കിട്ടണം, എന്റെ പാപങ്ങളൊക്കെ പൊറുക്കണം എന്ന ചിന്തയോടെ ആത്മാർത്ഥമായി പടച്ച റബ്ബിലുള്ള വിശ്വാസത്തോടു കൂടി നോമ്പെടുത്താൽ, എങ്ങനെ ഈമാനോടെ നോമ്പെടുക്കുക? കണ്ണിന് നോമ്പുണ്ടാവണം. അല്ലാഹു കാണിൽ നിന്ന് വിലക്കിയ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ഈമാനോടുകൂടി അത് കാണരുത്, അതുപോലെ കേൾക്കരുത്, പറയരുത്, അതുപോലെ പ്രവർത്തിക്കരുത്. അങ്ങനെ ശരീരത്തിന് മുഴുവനും ഈമാനോടുകൂടി നോമ്പെടുക്കാൻ കഴിഞ്ഞാൽ അവിടെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. ഈ നോക്കൂ, റസൂൽ പറയാ, ഒരു ദിവസം നോമ്പെടുത്താനുള്ള പ്രതിഫലം
അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഒരു ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിനെ അകറ്റാതിരിക്കുകയില്ല. 70 വർഷത്തെ യാത്രാ ദൂരം അവനെ നരകത്തിൽ നിന്ന് ഒരൊറ്റ നോമ്പ് കൊണ്ട് അള്ളാഹു അകറ്റി നിർത്തുന്നു. അങ്ങനെ ഓരോ നോമ്പിനും അള്ളാഹു പ്രതിഫലം നൽകുകയാണ്. അത്രമാത്രം പുണ്യമായ അള്ളാഹുവായി നമ്മളെ അടുപ്പിക്കുന്ന മഹത്തായ കർമ്മമാണ് നോമ്പ്. നോക്കൂ, എന്താണ് നോമ്പെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നോമ്പിലുണ്ടാവേണ്ട ഗുണങ്ങളെ കുറിച്ച് നമുക്ക് സൂചന നൽകുന്നത് കാണാൻ കഴിയും. എന്താ നോമ്പ്? മുൻകഴിഞ്ഞ സ്വഹാബത്തിന്റെ അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞ സമൂഹത്തിന്റെ പ്രാർത്ഥനകളിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. മഹദി ആസിയ റളിയല്ലാഹു അൻഹ അവരെ ഈമാൻ ഉൾക്കൊണ്ട് മുസ്ലിമായതിന്റെ പേരിൽ സിറാജ് ക്രൂരമായി പീഡിപ്പിക്കുമ്പോ അവര് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. അതേപോലെ തന്നെ മറിയം റളിയല്ലാഹു അൻഹ ഈസാ അലൈഹിസ്സലാമിനെ പ്രസവിച്ചപ്പോൾ നാട്ടുകാരെല്ലാം മറിയം അല്ലാഹുവിനെ കുറ്റപ്പെടുത്തിയപ്പോ അള്ളാഹു പറഞ്ഞു, അവരോട് പറയുക, ഞാൻ എന്റെ റബ്ബിന് വേണ്ടി നോമ്പ് നേർച്ചയാക്കിയിരിക്കുന്നു. എന്താണ് നോമ്പെന്നറിയുമോ? ഒരു മനുഷ്യനോട് ഞാൻ സംസാരിക്കുകയില്ല എന്ന് എന്റെ റബ്ബിന് വേണ്ടി ഞാൻ നോമ്പ് നോച്ചിരിക്കുന്നു. അവിടെ നോമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, സൗമ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവരുടെ ജൽപ്പനങ്ങൾക്ക്, കുറ്റപ്പെടുത്തലുകൾക്ക്, പരിഹാസങ്ങൾക്ക് ഒന്നും മറുപടി പറയാതെ ഇരിക്കുക. അതാണ് വ്രതം അവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ തടയുക എന്നുള്ളതാണ് ആ വാക്കിനർത്ഥം മുഫസ്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ നമ്മുടെ നാവിനെ, നമ്മുടെ കണ്ണിനെ, ചെവിയെ, നമ്മുടെ ചിന്തകളെ അള്ളാഹുവിന്റെ തൃപ്തിയിൽ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. അത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ഉപയോഗിക്കാതിരിക്കുക, അത് നോമ്പിന്റെ പ്രധാനമായ ഒരു വശമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും, നോമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീഅത്തിൽ ഭക്ഷണവും വെള്ളവും ഭാര്യാഭർത്ത സംസർഗവും ഉപേക്ഷിക്കലാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. ഇതുവരെ ഫജ്ർ സാദിഖ് മുതൽ മഗ്രിബ് വരെ, സുബ്ഹി മുതൽ മഗ്രിബ് വരെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഇത് ഉപേക്ഷിക്കലാണ് നോമ്പെന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള നമ്മുടെ സുഖഭോഗങ്ങളും പടച്ചവൻ പറഞ്ഞു എന്നൊരൊറ്റ കാരണത്താൽ അങ്ങനെയൊരു മുഅ്മിനിന് ഏത് പ്രതികൂല സാഹചര്യത്തിലും പിടിച്ചെടുക്കാൻ കഴിയും. നോമ്പ് നോറ്റൊരു മനുഷ്യന് ഏത് പെണ്ണ് വ്യഭിചാരത്തിന് വിളിച്ചാലും അവനെ പിടിച്ചു നിൽക്കാൻ കഴിയും. കാരണം എല്ലാ വർഷവും അവൻ ആ പ്രാക്ടീസ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അനുവദിച്ചപ്പെട്ട സ്വന്തം ഭാര്യയെ പോലും തുടരുന്ന റബ്ബ് പറഞ്ഞതുകൊണ്ട് 30 ദിവസവും വിട്ടു നിൽക്കാൻ കഴിഞ്ഞവന് പിന്നെ ഒരിക്കലും ഒരു വ്യഭിചാരത്തിലേക്ക് പോവില്ല, അവൻ ഈമാൻ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഏതൊരു പ്രതികൂല സാഹചര്യം, 8 പട്ടിണിയും പ്രയാസം വന്നാലും അവന് പിടിച്ചു നിൽക്കാൻ കഴിയും. വർഷത്തിൽ എല്ലാ മാസവും റമദാൻ വരുന്നുണ്ട്. മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മഴക്കാലത്തും വേനൽക്കാലത്തും വസന്തകാലത്തും ഒരു വർഷത്തിലെ എല്ലാ മാസവും ഇങ്ങനെ കറങ്ങി ഓരോ മാസം ഓരോ വർഷം ഇങ്ങനെ വന്നുകൊണ്ട് ഏത് മാസത്തിലും എന്ത് ദുരിതമുണ്ടായാലും പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത്, ഒരു ഈമാൻ നോമ്പിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അങ്ങനെ ശാരീരികമായും മാനസികമായും നമ്മൾ തയ്യാറെടുത്ത് ആ ഒരു പ്രാർത്ഥനയോടെ, ചിന്തയോടെ, ഈമാനോടുകൂടി നോമ്പെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ റമദാൻ നമുക്ക് അനുഗ്രഹമാകും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. إن الحمد لله كثيرا طيبا مباركا فيه ربنا ويرضى وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെട്ടുകൊണ്ട് പരിപൂർണ്ണ മുസ്ലിമായിക്കൊണ്ട് മാത്രം ഈ ലോകത്തിൽ നിന്ന് വിടകൊള്ളണേ എന്ന് സ്വന്തത്തോടും പോലെ വീണ്ടും വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ.
അപ്പോൾ വിശുദ്ധ റമദാൻ ഷരീഫ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ റമദാൻ സമാഗതമാകുന്നത് അത് ശഅബാൻ അവസാനിച്ച് 30 അവസാനിക്കുകയോ അല്ലെങ്കിൽ 29 മാസം കാണുകയും ചെയ്താലാണ് റമദാൻ ആരംഭിക്കുക. ഇത് രണ്ടിന്റെ ഉറപ്പ് മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകുന്ന ഉലമ അല്ലെങ്കിൽ ഉമറ എടുക്കുന്നൊരു തീരുമാനമുണ്ട്. റമദാൻ മാസം കണ്ടു, വിശ്വാസയോഗ്യമായ മുഅ്മിനീങ്ങളായ ആളുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടു, പ്രഖ്യാപിച്ചാൽ നോമ്പെടുക്കണം. അല്ലെങ്കിൽ ശഅബാൻ 30 കഴിഞ്ഞു എങ്കിൽ റമദാൻ അതിന് മാസം കാണേണ്ട ആവശ്യമില്ല. ഇത് രണ്ടുമല്ലാതെ സംശയത്തിന്റെ നിഴലിൽ നോമ്പെടുക്കാൻ കലണ്ടർ നോക്കിയിട്ടും അല്ലെങ്കിൽ അങ്ങനെ കണക്ക് നോക്കിയിട്ടൊന്നും നിങ്ങൾ മാസം കണ്ടുകൊണ്ട് നോമ്പെടുക്കുക, മാസം കൊണ്ട് നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു നിലപാട് സ്വീകരിക്കണം. അതിന് റമദാനിലെ മാസം കാണുക എന്നുള്ളതൊരു പുണ്യമാണ്. ദിവസങ്ങളെ പറഞ്ഞാൽ നിങ്ങൾ റമദാനിലെ മാസം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് നിങ്ങൾ നോക്കണം എന്ന്. അപ്പോൾ അതൊരു പുണ്യമാണ്. അത് കണ്ടാൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നോമ്പ് തുറക്കുമുള്ള പ്രാർത്ഥനകൾ. അതേപോലെ റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കുന്നത് മഗ്‌രിബിന് എപ്പോഴും എപ്പോഴാണോ അപ്പൊ തന്നെ നോമ്പ് തുറക്കേണ്ടത്. റമദാൻ മാസത്തിന് മാത്രമായിട്ടൊരു പ്രത്യേക 5 മിനിറ്റ് നീട്ടുക എന്ന രീതി അത് ശരിയല്ല. എപ്പോഴും മഗ്‌രിബ് ഏത് സമയത്താണ് ബാങ്ക് കൊടുക്കുന്ന ആ സമയത്ത് തന്നെ റമദാൻ മാസത്തിന് കൂടും. ചില പള്ളികളിലൊക്കെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഭക്തിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റ് കൂട്ടുന്നുണ്ട്. ഒരു സെക്കൻഡ് പോലും മഗ്‌രിബായി കഴിഞ്ഞാൽ വൈകിപ്പിക്കാൻ പാടില്ല. അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾ നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുന്ന സമയത്തോളം നിങ്ങൾ വഴിപഴിച്ചു പോകില്ല എന്ന്. ധൃതി കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുക എന്നതാണ്. അപ്പൊ ഇത്ര സമയം ഇനിയിപ്പോ 5 മിനിറ്റ് വൈകി കുഴപ്പമൊന്നുമില്ല എന്ന് ആരോഗ്യം പടച്ചവന്റെ മുമ്പിൽ വെല്ലുവിളിക്കേണ്ട സമയമല്ല. ഇബാദത്ത് സ്വീകരിക്കൂല. ആ സെക്കൻഡിൽ നോമ്പ് തുറക്കണം. നിങ്ങൾ നോമ്പ് ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പണിയെടുത്തിട്ടാണെന്ന് പറഞ്ഞാൽ അള്ളാഹ് സ്വീകരിക്കൂല. കയ്യിൽ എപ്പോഴും കാരക്ക ഉണ്ടാവണം, അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവണം. ബാങ്ക് കേട്ടാൽ അപ്പൊ സ്വന്തം നോമ്പ് തുറക്കണം. ഞാൻ മറ്റുള്ളവരെ തുറപ്പിക്കാൻ വേണ്ടി ഞാൻ നിന്റെ നോമ്പ് പോയി. മുഅദ്ദിൻ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ കാത്തിരിക്കരുത്. കാരണം മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുക എങ്ങനെയാ? നോമ്പ് തുറന്ന് അപ്പത്രായി 1 മിനിറ്റെങ്കിലും താമസിച്ച മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെയൊക്കെ നെറ്റ് മൊബൈലിലൊക്കെ കൃത്യസമയമുണ്ട്. ആ സമയത്തിന് എപ്പോഴും പള്ളിയിൽ എപ്പോഴാണ് ബാങ്ക് എഴുതി വെച്ചിട്ടുള്ളത്, ആ സമയം നമ്മുടെ മൊബൈലിലായാൽ ഉടനെ നോമ്പ് തുറക്കുക. വല്ലാക്ക ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരുന്ന 1 മിനിറ്റ് പോയി. അങ്ങനെ കാത്തിരിക്കരുത്. അങ്ങനെ കൃത്യസമയത്ത് നോമ്പ് തുറക്കണം. അതേപോലെ തന്നെ അത്താഴവും അതേപോലെ തന്നെ ഫജ്ർ സാദിഖിന് മുമ്പ് കഴിക്കണം. ഉത്തമമായ അത്താഴം എന്ന് പറയുന്നത്, അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ 50 ആയത്തുകൾ ഓതാനുള്ള സമയം വേണമെന്നാണ്. 50 ആയത്തുകൾ ഓതാനുള്ള സമയമെങ്കിലും വേണം. അതാണ് ഉത്തമമായ അത്താഴം. ഒരാൾ ഉറങ്ങിപ്പോയാൽ അയാൾ എണീറ്റ് ഉടനെ കഴിക്കാം. 6 മണിക്ക് എണിച്ചാൽ കഴിക്കാൻ പറ്റൂല. സുബ്ഹി ബാങ്ക് കൊടുക്കുന്ന മുമ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അയാൾക്കത് കഴിക്കാം. പക്ഷേ കഴിക്കുമ്പോൾ ബാങ്ക് കൊടുത്താൽ ആ വായയുള്ളത് കഴിക്കാം, പിന്നെ വീണ്ടും കഴിക്കാൻ പാടില്ല. ഒരാൾ വേഗം നേരം വൈകി ഒരു പഴം കഴിക്കാൻ വെച്ചിട്ട് അയാൾ പഴം എടുത്ത് കടിച്ചു തിന്നു, അങ്ങനെ 2ാമത്തെ 3ാമത്തെ കടി കടിക്കുന്ന സമയത്താണ് ബാങ്ക് കൊടുക്കണമെങ്കിൽ ആ വായിൽ കടിച്ചെടുത്തത് മാത്രം കഴിക്കാം. അല്ലാതെ തീരരുത്, പിന്നെ 2ാമത് കടിക്കരുത്. അപ്പോ അങ്ങനെയുള്ള ഹുക്കുമുകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നോമ്പിന് നിയ്യത്ത് എന്ന് പറയുന്നത് മനസ്സിൽ കരുതലാണ്. മഗ്‌രിബ് നോമ്പ് തുറന്നാൽ സുബ്ഹിന്റെ മുമ്പ് നിയ്യത്ത് കരുതിയിരിക്കണം. നോമ്പ് തുറന്നാൽ അപ്പൊ തന്നെ നിയ്യത്തേക്കാം. നാളത്തെ നോമ്പ് അല്ലാഹുവിന്റെ റമദാൻ ഞാൻ നോമ്പെടുക്കാൻ തീരുമാനിച്ചു, അപ്പൊ തന്നെ കരുതിക്കോ. ഇനി അത്താഴം കഴിഞ്ഞിട്ട് കരുതാണ്ട് കിടന്നിട്ട് അവസാനം കരുതാതിരുന്നാൽ നോമ്പില്ല. നോമ്പിന്റെ നിയ്യത്ത് പറയലല്ല, മനസ്സിലായിട്ട് കരുതുക. റമദാൻ മാസം നാളത്തെ നോമ്പ് അള്ളാഹുവിന് വേണ്ടി ഞാൻ എടുക്കാൻ തീരുമാനിച്ചതിന്റെ കരുതലാണ് നിയ്യത്ത്. അതൊരാൾ പറഞ്ഞുതരാൻ വേണ്ടി കാത്തിരിക്കുക, ആ രീതിയൊക്കെ ബിദ്അത്താണ്. ഹജ്ജിനും ഉംറക്കും മാത്രം നിയ്യത്ത് പറയലുള്ളൂ, മറ്റെല്ലാത്ത നിയ്യത്ത് കരുതല. അതേപോലെ തന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങള്, ഭക്ഷണം കഴിക്കുക, വെള്ളം കഴിക്കുക, ഭാര്യാഭർത്ത സംസർഗം ഉണ്ടാവുക, മനഃപൂർവ്വം ഉണ്ടാക്കി ഛർദ്ദിക്കുക, അതേപോലെ തന്നെ മനഃപൂർവ്വം രക്തം ചിന്തിക്കളയുക, അതേപോലെ തന്നെ മനഃപൂർവ്വം സ്ഖലനമുണ്ടാക്കുക, ഇങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ടൊക്കെയാണ് നോമ്പ് മുറിയുള്ളത്. ഒരാൾക്ക് പിന്നെ അറിയാതെ ഛർദ്ദിച്ചു എന്നുള്ളത് കൊണ്ട് നീയില്ല, അയാൾക്ക് നോമ്പ് മുറിയില്ല. അതേപോലെ തന്നെ ഉറക്കത്തിൽ ഒരാൾ അറിയാതെ സ്ഖലനം ഉണ്ടായാൽ അയാൾക്ക് നോമ്പ് മുറിയില്ല. അതിന് കഫാറത്ത് കൊടുക്കണമെന്ന് പണ്ഡിതാഭിപ്രായമുണ്ട്. പക്ഷെ അതുകൊണ്ട് അയാൾക്ക് നോമ്പ് നഷ്ടാവണില്ല. അപ്പോൾ അങ്ങനെ
അല്ലാതെ നഖം മുറിച്ചാൽ നോമ്പ് മുറിയോ, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കയറ്റിയാൽ നോമ്പ് മുറിയും. പക്ഷെ ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയൂല. കണ്ണിൽ മൂക്കിലൊന്നും മരുന്നിട്ടിച്ചാൽ നോമ്പ് മുറിയില്ല. വായലിറ്റിച്ചാൽ നോമ്പ് മുറിയും. മൂക്കിലിറ്റിക്കുന്ന മരുന്ന് വായലേക്ക് വന്ന തുപ്പിക്കളയണം, അതിറക്കരുത്. അങ്ങനെ ഗുളികൊന്നും കഴിക്കാൻ പാടില്ല, ഗ്ലൂക്കോസ് കയറ്റാൻ പാടില്ല. അല്ലാതെ ഇഞ്ചക്ഷൻ വെക്കുന്നതുകൊണ്ടൊന്നും നോമ്പ് മുറിയൂല. ഇങ്ങനെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് റമദാന് 30 ദിവസം കൂടെ തറാവീഹ് ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളിലൊക്കെ വന്നുകൊണ്ട് ഇത്തരം നമ്മൾ എല്ലാ വർഷവും കേൾക്കാറുള്ള എങ്കിലും ഒന്നുകൂടെ അത് ഓർമ്മിക്കേണ്ടതുണ്ട്. അല്ലാതെ നഖം മുറിച്ചാൽ നോമ്പ് മുറിയോ, അല്ലെങ്കിൽ മുടി വെട്ടിയാൽ നോമ്പ് മുറിയോ, നിയ്യത്ത് പറഞ്ഞാൽ നോമ്പ് മുറിയോ, ഇതൊന്നും ഇല്ല. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ തഖ്വയോടുകൂടി നോമ്പെടുത്ത് യഥാർത്ഥ മുത്തഖീകളായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം രോഗികളായ ആളുകളുണ്ട്. നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ വന്നിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം മൂലം ഒരുപാട് ആളുകൾ അദ്ദേഹം ക്ലാസ്സിൽ കൊണ്ടുവന്ന് അൽഫ് ബാ പോലും അറിയാത്ത ആളുകളൊക്കെ ഖുർആൻ ഓതാൻ പഠിച്ചു. അദ്ദേഹം ഇപ്പോൾ ഹാർട്ട് പ്രോബ്ലമായിട്ട് 2 അറ്റാക്ക് കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അദ്ദേഹം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരുപാട് നന്മ നിറഞ്ഞ ആളുകൾ ഹോസ്പിറ്റലിലും വീടുകളിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ട്. അള്ളാഹു അവർക്കെല്ലാം ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشبه حلقنا بالنار، ولا تجعلنا من حطب النار، وإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.